ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിൻ്റർ ഗ്ലോയർ റൂട്ടിനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹെയർ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഞാനിപ്പോൾ കുറേ അധികം നാളായിട്ട് എൻ്റെ ഹെയറാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് നല്ലോണം എൻ്റെ മുടി വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ അധികം നാളായിട്ട് നല്ല ഹെയർ മാസ്കും നല്ല ഹെയർ ഓയിലും ഒക്കെ ഉണ്ടാക്കി തലയിലൊക്കെ തേക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹെയർ ഫോൾ നല്ലോണം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്, ഒരു ഹെയർ മാസ്ക് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവ വേണം, പിന്നെ കുറച്ച് ചായപ്പൊടി, പിന്നെ കുറച്ച് വേപ്പില, തുളസിയില. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് നേരം വരെ തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ. ചെമ്പരത്തി പൂ കിട്ടില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഇല മാത്രമായാലും എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലിവിടെ കുറേ ചെമ്പരത്തി ഉണ്ട്. അതുകൊണ്ട് ചെമ്പരത്തിയും കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഞാൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഹെയറിനും സ്കിന്നിനും ഒക്കെ അടിപൊളിയാണ് ചെമ്പരത്തി. അപ്പോൾ ഞാൻ ചെമ്പരത്തി ഇട്ടിട്ട് ആ വെള്ളം കൂടി ചേർത്ത്, നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, ആ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ്. നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് താളിയായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പിന്നെ ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. അതേപോലെ മുടി ഉണ്ടല്ലോ ഏത് വഴിയിലൊക്കെയാണ് വളരണേന്ന് നമുക്കറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഹെയർ ഫോളും കൺട്രോൾ ചെയ്യും, അതേപോലെ ഹെയർ ഗ്രോത്തും ഉണ്ടാവും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് നല്ല റിസൾട്ട് ഇപ്പോൾ കിട്ടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹെയർ ഫോളായിരുന്നു. വെറുതെ മുടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നല്ലോണം മുടി കയ്യിലിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ 1-2 എണ്ണം പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഹെയർ മാസ്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്ക് ഉണ്ടല്ലോ നല്ലോണം തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാൽപ്പിലാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് സ്ട്രാൻഡ്സിലും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ വെളിയിൽ പോയിരുന്ന് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്താ വെച്ചാൽ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും, നമ്മുടെ മേത്തൊക്കെ ആകും, ഒലിച്ചിറങ്ങും. അതുകൊണ്ട് വീട്ടിൽ അകത്തിരിക്കാണ്ട് പുറത്തിറങ്ങി ഇടണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ടൊരു 1 മണിക്കൂർ നേരം വരെയെങ്കിലും വെച്ചേക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല ഇത്. എന്നിട്ട് സാധാ പ്ലെയിൻ വാട്ടറിൽ വേണം കഴുകി കളയാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ഹെയർ സിറം കൂടി യൂസ് ചെയ്യാറുണ്ട് പിറ്റേ ദിവസം. അതും കൂടി ഇടുമ്പോൾ പിന്നെയും ഡബിൾ എഫക്റ്റ് ആയിക്കോട്ടെ നമുക്ക് കിട്ടുക. ഹെയർ പെട്ടെന്ന് വളരുകയും ചെയ്യും. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ഏതാ സിറം എന്നുള്ളത്. ഇനി നമുക്കൊരു ബോഡി പോളിഷിങ് സ്ക്രബ് ഉണ്ടാക്കിയാലോ. ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഈ ബോഡി പോളിഷിങ് സ്ക്രബൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ അധികം ടാനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ബിസി ഷെഡ്യൂൾ കൊണ്ട് നമുക്ക് അധികം സമയമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് എപ്പോഴും ഭയങ്കരമായിട്ട് ടാനും അടിച്ചാണ് ഇരിക്കാറ്. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ ഈ ഒരു സംഭവം എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാറ്. ഈ ഒരു സംഭവം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് ടാൻ മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഷുഗർ ഉണ്ടല്ലോ, പഞ്ചസാരയും, പിന്നെ കുറച്ച് റൈസ് ഫ്ലോറും, പിന്നെ കുറച്ച് ജാഗറി, അതായത് നമ്മുടെ ശർക്കരയും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഈനോ ഇട്ടിട്ടുണ്ട്. ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നത് ലെമണാണ്. അപ്പോൾ ലെമൺ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നത്. എന്നിട്ട് കുറച്ച് അവസാനമായിട്ട് വേണ്ടത് കുറച്ച് തൈരും കൂടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ ഇട്ടേക്കണോണ്ട് തന്നെ ഗ്രാന്യൂൾസ് ഇത് മെൽറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടൂലല്ലോ. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് നമ്മളൊന്ന് കൈയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്ക്രബ് നല്ലോണം ഒരു സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് വേണം ഇടാനായിട്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം വരെയെങ്കിലും മസാജ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ എൻ്റെ കൈ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നല്ലോണം ടാൻ അടിച്ച് തന്നെയായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മളിത് ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതി. ഈ ടാനിങ് പെട്ടെന്ന് മാറും കേട്ടോ നല്ലോണം. പക്ഷേ വെറുതെ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, നല്ലോണം സ്ക്രബ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും നല്ലോണം സ്ക്രബ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം എന്നിട്ട് ലീവ് ചെയ്യുക. വെച്ചിട്ട് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെയും കുറച്ച് വെള്ളത്തിൽ അതേപോലെ സ്ക്രബ് നനച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകി കളയാനായിട്ടോ. അപ്പോൾ നമ്മുടെ എവിടെയൊക്കെ ടാൻ ഉണ്ടോ അവിടെയൊക്കെ ഇടാവുന്നതാണ്. മുഖത്തൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇടാം കേട്ടോ. മുഖത്ത് ഇടേണ്ടതെന്ന് ഞാൻ പറയുന്നത് ഈനോയും ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. അപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഇടാത്തായിരിക്കും, മുഖത്ത് ഇടാത്തായിരിക്കും നല്ലത്. നമ്മുടെ ബോഡിയിൽ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തന്നെ മസാജ് ചെയ്ത് കഴുകി കളയുക. അപ്പോൾ തന്നെ നല്ലൊരു ഷോക്കിംഗ് റിസൾട്ട് ആയിക്കോട്ടെ നമുക്ക് കിട്ടുക. നമ്മുടെ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റൻ ആവും. അതേപോലെ നമ്മുടെ ടാനൊക്കെ മാറി ഡെഡ് സ്കിന്നൊക്കെ പോയി സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു ഹെയർ സിറം കൂടി നമ്മൾ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ ഹെയർ പാക്ക് തലേന്ന് ഇട്ടു, എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ ഹെയർ സിറം ഇടുക കേട്ടോ. ഈ ഹെയർ സിറം കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷാമ്പു ചെയ്ത് മുടി നല്ലോണം ഷാമ്പു ചെയ്ത് കളയാറ്. അപ്പോൾ ഹെയർ സിറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, സവാളനേക്കാൾ നല്ലത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല ജ്യൂസായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുക. എന്നിട്ട് ആ നീരിൽ കുറച്ച് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ ഇടുന്നത് അതിടാട്ടോ. ഞാനിപ്പോൾ പാരച്യൂട്ടിൻ്റെ ഓയിൽ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയിട്ട് തലയിൽ ഇടാവുന്നതാണ്. അലോവേര ജെൽ ഉണ്ടെങ്കിൽ അലോവേര ജെല്ലും കൂടി ഇടാട്ടോ. എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത്. എന്നിട്ടിത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇടാട്ടോ. സ്കാൽപ്പിൽ ഇങ്ങനെ ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് അവിടെ ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണേ. വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, നല്ലോണം തന്നെ മസാജ് ചെയ്ത് കൊടുത്താലാണ് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നല്ലോണം മുടി വളരത്തുള്ളൂ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. നല്ലോണം മുടി വളരും. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് താഴേക്ക് നല്ലോണം മുടിയുണ്ട്, പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിലധികം മുടി കുറവാണ്. അതെൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും ക്രൗൺ ഏരിയ എപ്പോഴും സ്മൂത്ത് ചെയ്യാറുണ്ട്. പിന്നെ ഹെയർ കളറൊക്കെ ചെയ്യുന്നത് കുറച്ച് കൂടിപ്പോയതിൻ്റെ റിസൾട്ടാണ് മുടി അധികം ഇല്ലാത്തത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ, ഈ ഫ്രണ്ടിലെ സ്കാൽപ്പിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിടാറ്. അതുകൊണ്ട് തന്നെ ഇപ്പം അധികം ഇങ്ങനെ മുടിയൊക്കെ വളർന്നും തുടങ്ങുന്നുണ്ട്, ചെറിയ ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് വേണം നമ്മൾ കഴുകിക്കളയാനായിട്ട്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ ഇന്നലെ യൂട്യൂബ് തുറന്നപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടായിരുന്നു. അതായത് ഡാർക്ക് സ്പോട്ട്സ് മാറാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡാർക്ക് സ്പോട്ട്സ് മാറാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അധികം നമ്മൾ മസാജ് ചെയ്തൊന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ഈ ഫേസ് പാക്ക് ഇടുക, കഴുകിക്കളയാം. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് നല്ലോണം മാറും. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നമുക്കൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. അതിന് വേണ്ടത് ചിയാ സീഡ് കുറച്ച് പാലിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടലമാവ് ഞാൻ പെട്ടെന്ന് ഇടാൻ നോക്കിയതാണ്, കൂടുതലായിപ്പോയി. ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാൻ സ്പൂൺ എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇട്ടതാണ്, പക്ഷെ അത് കുറച്ച് കൂടിപ്പോയി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാത്തിനും ഒരു ചെമ്പരത്തിയുടെ ടച്ച് ഉണ്ടല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗൈസ് കാരണം. കണ്ടില്ലേ, എൻ്റെ വീട്ടിൽ കുറേ ചെമ്പരത്തി ഉണ്ട്, പക്ഷെ എല്ലാം പോണത് ആ മേളിലേക്കാണ് പോണതെന്നുള്ളൂ. അതുകൊണ്ട് മേളിലുള്ള ചെമ്പരത്തി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ താഴെയുള്ളത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കൈ എത്തുന്ന സ്ഥലത്തുനിന്നൊക്കെ ഞാൻ ചെമ്പരത്തി എടുത്ത് പറിച്ച് ഇടാറുണ്ട്. അത് ഞാൻ കൂടുതലും തലയിലാണ് ഇടാറ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഞാൻ ഫേസ് മാസ്ക് ആയിട്ട് ഇടാറുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചെമ്പരത്തി ഇടണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ചെമ്പരത്തി ഉള്ളതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പാലും ചിയാ സീഡും കേടും മാത്രമായിട്ട് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മുഖത്ത് ഇടാവുന്നതാണ്. ഇത് നമുക്ക് ഡെയിലി ഇടാം കേട്ടോ. ഞാനൊരു ആദ്യം സമയമുള്ള ടൈമിലൊക്കെ ഞാൻ ഡെയിലി ഇടാറുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ നല്ലോണം സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ വരും. നമുക്ക് ഇന്നർ ഗ്ലോ വരും എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഇന്നർ ഗ്ലോ ഉണ്ടാവും. നല്ലോണം തിളങ്ങി നിൽക്കും നമ്മുടെ മുഖം. അതാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ട്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലോണം റിഡ്യൂസ് ചെയ്യണം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസൊക്കെ കൂടുതലുള്ളവർ ഭയങ്കരമായിട്ട് മസാജ് ചെയ്തൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് മുഖത്തിടുക. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ, ഒരുപാട് ഉണങ്ങാനൊന്നും വേണ്ട, ഒരു സെമി ഡ്രൈ ആകുമ്പോൾ കൂടി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഡാർക്ക് സ്പോട്ട്സ് മാറും. അതുപോലെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് കിട്ടാൻ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അവസാനം ഞാൻ ഷാമ്പു ചെയ്ത് കളയാണ് ഹെയർ. ഷാമ്പു ചെയ്യുന്നതും ഞാനൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് ഈ ഷാമ്പു ചെയ്ത് കളയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ കണ്ടീഷണറിൻ്റെ ആവശ്യം വരാറില്ല. അതേപോലെ മുടി കൊഴിച്ചിലും മാറുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ വെള്ളം എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ചായപ്പൊടി, ഉലുവ, വേപ്പില, തുളസിയും കൂടി ഇട്ട് വെള്ളമാണത്. എന്നിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകി കളയുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.